കുവൈത്ത് തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ട് 4ാം ലോക കേരള സഭയ്ക്ക് തുടക്കമായി. കുടുംബത്തോടൊപ്പം വിദേശ രാജ്യത്തിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം കൂടിയെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചീഫ് സെക്രട്ടറി വി വേണു കേരള സഭയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. സാമ്പത്തിക ധൂർത്ത് ആരോപിച്ച പ്രതിപക്ഷം വിട്ടുനിന്ന സമ്മേളനത്തിൽ വിവിധ മേഖലയിലുള്ള പ്രമുഖർ പങ്കെടുത്തു. കുവൈത്ത് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ ചടങ്ങുകൾ പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു 4ാം ലോക കേരള സഭയുടെ തുടക്കം. ചീഫ് സെക്രട്ടറിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെ സഭാ സമ്മേളനത്തിന് തുടക്കമായി. കുവൈത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. വിദേശത്തേക്ക് കുടിയേറുന്ന കുടുംബങ്ങളുടെ കണക്കിൽ വർധനവുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് ചേക്കേറിയവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ്. 20 ലക്ഷത്തോളം കേരളീയർ വിദേശ രാജ്യങ്ങളിൽ കുടുംബമായി ചേക്കേറുകയോ അതിനൊരുങ്ങുകയോ ചെയ്യുന്നുവെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. 103 രാജ്യങ്ങളിൽ നിന്നും 25 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി കേരളീയ പ്രതിനിധികൾ പങ്കെടുത്തു. കേരള മൈഗ്രേഷൻ സർവേ 2023 റിപ്പോർട്ട് ഡോക്ടർ ഇരുദയ രാജൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. തുടർന്ന് നോർക്ക PRD വീഡിയോ പ്രദർശനവും നടന്നു. പ്രത്യേക ക്ഷണിതാക്കളുടെ ആശംസാ പ്രസംഗത്തിനു ശേഷം സഭ ചർച്ചയിലേക്ക് കടന്നു. പ്രതിപക്ഷം പൂർണ്ണമായും സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.